ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ. ഇന്നെൻ്റെ ആങ്ങളയുടെ കെട്ടുനിറയായിരുന്നു. ടൗണിലുള്ളൊരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കെട്ടുനിറ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7:30 എന്നൊക്കെയാണ് നമ്മളോട് ടൈം പറഞ്ഞത്. അപ്പം ഏട്ടൻ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് ശരണമൊക്കെ വിളിച്ച് അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അച്ഛൻ്റെ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. കുട്ടികളും അമ്മയും അച്ഛനും ഏട്ടനും കൂടെയാണ് ആദ്യം പോകുന്നത്. എനിക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ പോകാമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, എൻ്റെ വണ്ടി ഒന്ന് സർവീസിന് കയറ്റണം. അപ്പം ഞാൻ അവരെയൊക്കെ യാത്രയാക്കി സമാധാനത്തോടെ വണ്ടിയും സർവീസിനൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഒരേ തിരക്കാകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ യാത്രയായി കേട്ടോ. ഞാൻ എന്നിട്ട് പിന്നാലെ പുറകിൽ വണ്ടിയിലാണ് പോയത്. അങ്ങനെ അമ്പലമൊക്കെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് 100ഓളം സ്വാമിമാരുടെ കെട്ടുനിറയാണ് ഒരുമിച്ച് നടക്കുന്നത്. പൊതുവേ ഇവർ എല്ലാ മാസവും ഇങ്ങനെ ശബരിമലയ്ക്ക് മാലയിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ടീമാണ്. അപ്പം ഇത് പൊതുവേ ഇന്നൊരു 100 ആൾക്കാരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നാളികേരം നിറയ്ക്കുന്ന വഴിപാടും അതുപോലെ തന്നെ അമ്മ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ തറവാട്ടിൽ നിന്ന് പാപ്പന്മാരും മേന്മാരും കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. അവരും വഴിപാടൊക്കെ ചെയ്ത് കെട്ട് നിറയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ശരണം വിളിച്ച് എല്ലാവരും കാലൊക്കെ പിടിച്ച് ഏട്ടൻ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ഏട്ടൻ ആലുവ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. മാലയിട്ടിട്ടൊക്കെ അവിടെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സ്വാമി വീട്ടിലുള്ളത് അതേ ചിട്ടയിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ചില വിശ്വാസങ്ങൾ എനിക്കത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ടോ ഇഷ്ടം. എൻ്റെ മക്കളെയും ഞാൻ അത് തന്നെ ശീലിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മണ്ഡലമാസം ആയാൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു എനർജി, നമ്മൾ ആ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും കെട്ടൊക്കെ നിറച്ചു. അവർ പോകാനായിട്ട് യാത്രയാണ്. ഒരുമിച്ച് ശരണമൊക്കെ വിളിച്ച് ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞ് കെട്ടൊക്കെ കയറ്റി കൊടുക്കണം. കുറേ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ സാമാരുണ്ടല്ലോ. അപ്പം ഓരോ ഭാഗത്തുനിന്ന് വന്നവരെ ഓരോ വണ്ടിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടന് വണ്ടി നമ്പർ 2 ആയിരുന്നു. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. കൂടെ അടുത്തുള്ള പാപ്പനുണ്ടായിരുന്നു. ശരിക്കും പാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രക്തബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ടൊരു സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ്. അവരും അവരുടെ ഭാര്യയും 2 മക്കളൊക്കെ നമുക്കതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പം പാപ്പനുണ്ടായിരുന്നു. അവരെയൊക്കെ യാത്രയാക്കി. ഞാൻ അവരെ പോകുന്നവരെ നിന്നില്ല കേട്ടോ. കാരണം എനിക്ക് വണ്ടി സർവീസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നേരെ പോയി. പിന്നെ എല്ലാവരും പാപ്പന്മാരും അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഏട്ടൻ പോയതിന് ശേഷം വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വണ്ടിയെടുത്ത്, എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു. മോളും ഞാനും കൂടെ നേരെ സർവീസ് സെൻ്ററിൽ പോയി വണ്ടിയൊക്കെ കൊടുത്തു. തിരിച്ച് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 50 മീറ്റർ നടക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നടക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോള് നടന്നില്ല. അവളെന്നെ ഇട്ട് പണിയിപ്പിച്ചു. കാരണം അങ്ങനെ നടന്ന് ശീലമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ എടുത്ത് അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് അതുവരെ പോയി. കുറേ നേരം നിൽക്കേണ്ടി വന്നില്ല. ഭാഗ്യത്തിന് ബസ് വന്നു. അങ്ങനെ ഞാൻ മോളെ എടുത്ത് ബസ്സിലൊക്കെ കയറിപ്പോയി കേട്ടോ. മോനൊക്കെ നമുക്ക് അച്ഛന് ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മളധികം ബസ് യാത്രയില്ല. പിന്നെ ഞാൻ വണ്ടിയിലും കൊണ്ടുപോകും. അപ്പം ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ട് കോളേജിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ പോയൊരു ഓർമ്മയിൽ അങ്ങനെ ഞാനും അവളും കൂടെ ബസ്സിലാട്ടോ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.